ഓക്കെ, നമ്മുടെ ഐഡിയ ആക്ടിവേഷൻ ആയി. ആൻഡ് ഇങ്ങനെയാണ് ജോയിനിങ് സിസ്റ്റം എന്ന് വെച്ചാൽ എത്ര അധികം പേരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരു രണ്ടാളെന്നെ ലെഫ്റ്റ് ടീമിലേക്കും റൈറ്റ് ടീമിലേക്കും രണ്ടാളെന്നെ ലെഫ്റ്റ് ടീമിൽ ജോയിൻ ചെയ്യിപ്പിച്ചു, അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ഒരാളെന്നെ റൈറ്റ് ടീമിൽ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. നമുക്ക് വരുമാനത്തിന് എലിജിബിൾ ആവാനായിട്ട് നമ്മൾ നമ്മുടെ ഐഡിയിൽ നിന്ന് ലെഫ്റ്റിൽ ഒരാളെയും റൈറ്റിൽ ഒരാളെയും സ്പോൺസർ ചെയ്യണം. ദ മിനിമം കണ്ടീഷൻ ഓഫ് ദ ബിസിനസ് പ്ലാൻ. അത്രയേ ഉള്ളൂ. ഒരാളെ നമുക്ക് രണ്ടുപേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ 100 പേരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, 1+1 ആളെന്നെ കൊണ്ടുവന്നാൽ നമുക്ക് വരുമാനത്തിന് എലിജിബിൾ ആയി. ഇനി ആദ്യത്തെ വരുമാനം നമുക്ക് റിലീസ് ചെയ്ത് തരാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് ടീമിലോ റൈറ്റ് ടീമിലോ നമ്മൾ കൊണ്ടുവന്ന ആളുകളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടിട്ടോ ഒരു ബിസിനസ്സും കൂടി വരണം. ഇപ്പൊ ഇവിടെ കാണിച്ചതുപോലെ 2+1 ബിസിനസ് വന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ഫസ്റ്റ് ഇൻകം നമുക്ക് കിട്ടണു 200 രൂപ നമ്മുടെ വരുമാനമാണ്. 200 രൂപ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വരാൻ വേണ്ടി പോകുന്ന ഒട്ടനവധി എന്താ പറയുക അബാൻഡൻസ് ഓഫ് വെൽത്ത് എന്ന് പറയാം. അത്ര നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്ത ആ ഒരു വെൽത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ 200 റുപ്പീസ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ഒരു കമ്മീഷന് മാത്രമാണ് ഈ 2+1 അല്ലെങ്കിൽ 1+2 എന്ന് പറഞ്ഞ അനുപാതം വേണ്ടത്. പിന്നെയൊക്കെ 1+1 മതി. നമ്മൾ ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലും ഒരു 1+1 ആൾക്കാർ പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്തിട്ട് 750 രൂപ മാത്രം മുടക്കി പ്രൊഡക്റ്റ് അവർ വാങ്ങിച്ചോളും, മാത്രം മുടക്കിയിട്ട് കടന്നു വന്നു. അങ്ങനെ 1+1 ബിസിനസ് വന്നു കഴിഞ്ഞാൽ അഗൈൻ നമുക്കൊരു 200 രൂപ ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പോ നമ്മുടെ ലെഫ്റ്റ് ടീമിനെ കുറിച്ച് ആൾക്കാരെ എണ്ണം കൂടിയിട്ടുണ്ട്. സപ്പോസ് ഒരു 5 പേര് പുതിയ ആൾക്കാർ ലെഫ്റ്റ് ടീമിലേക്ക് കടന്നു വന്നു, നമ്മളിലൂടെയോ നമ്മൾ കൊണ്ടുവന്ന ലെഫ്റ്റ് ടീമിലുള്ള ആളുകളിലൂടെയോ കടന്നു വന്നു. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ റൈറ്റ് ടീമിൽ ഒരു 3 ആൾ വന്നിട്ടുണ്ട്. മാച്ചിങ് നടന്നത് അവിടെ 3+3 ആണ് അല്ലെ? 3+3 ആണ് മാച്ചിങ് നടന്നത്. 200 × 3 എന്ന് പറഞ്ഞാൽ 600 രൂപ നമ്മുടെ വരുമാനമാണ്. ലെഫ്റ്റ് ടീമിൽ 2 ബിസിനസ് അധികമുണ്ട്. അത് അടുത്ത ക്ലോസിങ്ങുകളിലേക്ക് കയറി ഫോർവേഡ് ചെയ്യും, നമുക്ക് നഷ്ടമാകുന്നില്ല. ആൻഡ് ലെഫ്റ്റ് ടീമിൽ പുതിയതായിട്ടൊരു 8 പേര് കൂടിയും പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്നിട്ടുണ്ട് ബൈ ഗിവിംഗ് 750 റുപ്പീസ്. ടോട്ടൽ അവിടെ 8+2 10 അസോസിയേറ്റ്സ് അവിടെ ഉണ്ട് പുതിയ ആൾക്കാരായിട്ട്. ഒരു 5 ആള് റൈറ്റ് ടീമിലേക്ക് കടന്നു വന്നു. മാച്ചിങ് നടന്നത് 5+5 ആണ്. 200 × 5 1000 രൂപ നമ്മുടെ വരുമാനമാണ്. അധികം ലെഫ്റ്റ് സൈഡിൽ 5 ബിസിനസ് അധികമുണ്ട്. അതായത് പവർ സൈഡ് ലിമിറ്റഡ് ആയിട്ട് കയറി ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ക്ലോസിങ്ങുകളിലേക്ക് കയറി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്ലോസിങ്ങുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസിംഗ് നടക്കുന്നത് ഇൻകം പ്ലാന്റെ ബിസിനസ് ക്ലോസിംഗ്, ഈ മാച്ചിങ് കമ്മീഷന്റെ ക്ലോസിംഗ് നടക്കുന്നത് ഓരോ മണിക്കൂറിലുമാണ്. ഓരോ മണിക്കൂറിലും നമുക്ക് 1000 രൂപ മാച്ചിങ് കമ്മീഷൻ എടുത്തുകൊണ്ടിരിക്കാം. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 1000 × 24 24,000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്നാലോചിക്കണം, 750 രൂപ കൊടുക്കുന്ന സമയത്ത് 2250 രൂപ ബെനിഫിറ്റ് തിരിച്ചു തന്നുകൊണ്ട് എക്സലന്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള പവർ സൈഡ് കെയർ ഫോർവേഡ് ചെയ്യുന്ന 750ന്റെ ഓരോ മാച്ചിങ്ങിനും 200 രൂപ വരുമാനം തരുന്ന, ഒരു മണിക്കൂറിൽ 1000 രൂപ, ഒരു ദിവസത്തിൽ 24,000 രൂപ വരുമാനം തരുന്ന ഈ ഒരു ഇൻകം പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. അതിങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്താ പറയാ, ഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ദിവസം 24,000 എന്ന് പറഞ്ഞ ഒരു മാസം നമുക്ക് 7,20,000 രൂപ 7,20,000 രൂപ ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഒരു കാര്യം നമുക്ക് ഒരിക്കലും പറയാതെ പോകാൻ സാധിക്കുന്നില്ല. ദാറ്റ് ഈസ് 3 ബിസിനസ് സെന്റർ മാജിക് ആണ്. എന്താണ് ഈ 3 ബിസിനസ് സെന്റർ മാജിക്? ഇപ്പോ എ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നൈൽ കാർട്ടിൽ ജോയിൻ ചെയ്തത് അപ്പോ അദ്ദേഹം ഒരു ഐഡിയാണ് സൈനപ്പ് ചെയ്തത്. ഇവിടെ നൈൽ കാർട്ടിൽ വന്ന ഓരോ ആളുകൾക്കും അറിയാം, നമ്മൾ ഒരു ഐഡി സൈനപ്പ് ചെയ്താൽ മതി, അദ്ദേഹത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഏതൊരാളുടെയും 3 ഐഡി ഇതേമാതിരി ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവും. മുകളിൽ എം എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡി നമ്പർ, അതേ ഐഡി നമ്പറിൽ എൽ എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിലും ആർ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലും 3 ഐഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എക്ക് 3 ഐഡി കിട്ടി, അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തത് ഒരു ഐഡി മാത്രമാണ്. അദ്ദേഹം ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ലെഫ്റ്റ് ടീമിലും റൈറ്റ് ടീമിലുമായിട്ട് 5+5 ബിസിനസ് കൊണ്ടുവന്നു. നമുക്കറിയാം 750 5+5 ബിസിനസ് കൊണ്ടുവന്നാൽ 200 × 5 1000 രൂപ അദ്ദേഹത്തിന് വരുമാനമാണ്. ആൻഡ് ബി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിനും 3 ഐഡി ഏതൊരാൾക്കും കിട്ടുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന സമയത്ത് 3 ഐഡിയും ആക്ടിവേഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ ഐഡിക്കും മുകളിലത്തെ ഐഡിയുടെ ലെഫ്റ്റ് ടീമും റൈറ്റ് ടീം, B1ന്റെ ലെഫ്റ്റ് B2 ആണ്, B1ന്റെ റൈറ്റ് B3 ആണ്. ഓക്കെ, അതവിടെ ഉണ്ട്. ആ ബി എന്ത് ചെയ്തു? B2ന്റെ താഴെ 2 ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തു, A B എന്ന് പറഞ്ഞിട്ട്. B3യുടെ താഴെ 2 ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തു.
എ ആകെ 2 ഗ്രൂപ്പിനെ മാത്രം ഡെവലപ്പ് ചെയ്തപ്പോൾ ബി 4 ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തു. ഇത്രയും വ്യത്യാസമുള്ളൂ കേട്ടാ. 3 ഐഡി ആക്ടിവേഷൻ ആക്കിയിട്ടുണ്ട്. B2ന്റെ താഴെ 5+5 ബിസിനസ് കൊണ്ടുവന്നു. B3 താഴെ 5+5 ബിസിനസ് കൊണ്ടുവന്നു. B2ല് 200 × 5 1000 രൂപ വരുമാനം കിട്ടി. B3ല് 1000 രൂപ വരുമാനം കിട്ടി. B1ല് അധിക ബിസിനസ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ സീലിംഗ് നമുക്ക് 1000 റുപ്പീസ് ആണ്. അതുകൊണ്ട് അവിടെയും 1000 രൂപ വരുമാനം കിട്ടി. അതായത് ബി ഇങ്ങനെ ബിസിനസ് ചെയ്തപ്പോൾ ബിക്ക് 3000 രൂപ ഇൻകം കിട്ടി. 3000 റുപ്പീസ് ഇൻകം കിട്ടി. എക്ക് ഒരു മണിക്കൂറിൽ 1000 രൂപയെ വരുമാനം കിട്ടാനുള്ള ലിമിറ്റ് അവിടെയുള്ളൂ. കാരണം എ ഒരു ഐഡി മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. എ ഒരു ദിവസം 24,000 രൂപ വരുമാനം കിട്ടുമ്പോൾ ബിക്ക് ഒരു മണിക്കൂറിൽ 3000 കിട്ടുന്നത് കൊണ്ട് 3000 × 24 ഒരു ദിവസം 72,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. ബിക്ക് ഒരു മാസത്തിലോ 72,000 × 30 21,60,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. സീ ദ ഡിഫറൻസ്. നമ്മൾ ഒരു ഐഡി ആക്ടിവേഷൻ ചെയ്യോ 3 ഐഡി ആക്ടിവേഷൻ വർക്ക് ചെയ്യോ? ഈ 3 ഐഡി ആക്ടിവേഷൻ ചെയ്യാന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടോ? ഒരിക്കലുമില്ല. സോ നമ്മുടെ മാജിക്കൽ ഫിഗർ എന്ന് പറഞ്ഞാൽ 750 × 3 2250 രൂപ. സാധിക്കുന്ന എല്ലാ ആൾക്കാരും ബിസിനസ് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. സപ്പോസ് സാധിക്കുന്നില്ല, സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഐഡി ചെയ്തിട്ട് അങ്ങനെ കടന്നു വരാം. പക്ഷെ അങ്ങനെയല്ല പ്രിഫർ ചെയ്യേണ്ടത്. കുറച്ചൊരു കോമൺ സെൻസ് ഉള്ള ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ഫാന്റാസ്റ്റിക് ഇൻകം പ്ലാൻ പറയാൻ വേണ്ടി പോവുകയാണ്. ദാറ്റ് ഈസ് ലെവൽ അപ്ഗ്രേഡ് ബോണസ് ആണ്. നമ്മൾ എന്നും ഇങ്ങനെ ഒരേ ലെവലിൽ നിന്നാൽ മതിയോ?